അസ്സലാമു അലൈക്കും. ഇന്നലെ വൈകുന്നേരം നാട്ടിൽ നിന്ന് നാത്തൂൻ വിളിച്ചപ്പം കേട്ടൊരു വിശേഷം വല്ലാത്ത വേദന ഉളവാക്കുന്നതായിരുന്നു. നാത്തൂൻ പറഞ്ഞ് ഇന്ന ആളെ കുട്ടി മരിച്ചിട്ടുണ്ട്, തൂങ്ങി മരിച്ചതാണ്, എന്തോ കുടുംബ പ്രശ്നമാണെന്നാണ് തോന്നണതെന്ന് അറിഞ്ഞ്. അപ്പം ഞാനും ഉമ്മേനെക്കുറിച്ച് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് അപ്പോഴേക്കും വാട്സപ്പിൽ ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വരാൻ തുടങ്ങി. നാട്ടിൽ നിന്നും ഗ്രൂപ്പിൽ നിന്നും സുഹൃത്തുക്കളുടെ നിന്നും ഒക്കെ ഇന്ന ആളെ കുട്ടി ഇന്ന കാരണം കൊണ്ട് മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് സത്യമായിട്ട് ഒരുപാട് സങ്കടമാണ് തോന്നിയത്. നമ്മൾ കാലം ഒരുപാട് പുരോഗമിച്ചു, മനുഷ്യൻ വിദ്യാഭ്യാസപരമായിട്ടും ശാസ്ത്രീയപരമായിട്ടും എല്ലാം ജീവിതം എല്ലാം മെച്ചപ്പെട്ട രീതിയിലായി. ജീവിതത്തിൽ ഒരുപാട് 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 മുന്നേറിയ നമ്മൾ ലോകമൊക്കെ വിരൽത്തുമ്പിലേക്ക് ഒതുങ്ങി. മനുഷ്യൻ്റെ ജീർണിച്ച മാനസികാവസ്ഥക്ക് ഇപ്പോഴും മാറ്റം സംഭവിച്ചിട്ടില്ല. നമ്മൾ നൂറ്റാണ്ടുകൾക്ക് പിറകിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. വാഹിദ് നിറം എന്നതിൻ്റെ പേരിൽ ഒരു കുഞ്ഞു ജീവൻ ഈ ലോകത്തുനിന്ന് പറന്നു പോയപ്പോൾ നിനക്ക് സമാധാനമായിട്ടുണ്ടാവൂലേ? വെറും നിറത്തിൻ്റെ പേരിൽ ഒരു കുഞ്ഞ് ജീവനെടുക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ എത്രമാത്രം ലജ്ജിക്കണം നമ്മൾ. പണ്ടൊക്കെ സ്ത്രീധനം ഇല്ലാത്തതിൻ്റെ പേരിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ജീവൻ എത്രയോ ഉദാഹരണങ്ങൾ നമ്മളെ സമൂഹത്തിൽ തൊട്ട് മുന്നൊക്കെ കഴിഞ്ഞു പോയി. എന്നിട്ടും നമ്മൾ പാഠം പഠിക്കുന്നില്ലല്ലോ. ചെക്കൻ്റെ ഉമ്മ പറഞ്ഞത്രേ, കുറച്ച് ദിവസമല്ലേ ഒപ്പം നിന്നുള്ളൂ, നിനക്ക് പിന്മാറിക്കൂടെ? എപ്പോഴാണ്? നിങ്ങളും ഒരിക്കലും മകളായിരുന്നില്ലേ, മരുമകളായില്ലേ? എത്രമാത്രം സ്വപ്നങ്ങൾ കണ്ട് നിങ്ങൾ മറ്റുള്ള ജീവിതത്തിലേക്ക് വന്നത്? മക്കളായി, എന്നിട്ടും ഒരു മകളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല, ഒരു പെൺകുട്ടിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. പലപ്പോഴും പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ശത്രു സ്ത്രീ തന്നെയാണെന്ന് 99% നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ആ ഉമ്മ ഒരു ഉറച്ച നിലപാടെടുത്തിരുന്നെങ്കിൽ ആ കുട്ടിയെ കണ്ണീര് കുടിപ്പിക്കാൻ പറ്റൂല, എന്തായാലും ഈ അവളെ നിക്കാഹ് കഴിച്ച കുട്ടിയാണ് എന്നുള്ളത് മകനോട് ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഉമ്മ ശ്രമിക്കേണ്ടിയിരുന്നു. പകരം ഒരു കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടു. ഒരിക്കലും നീതിപീഠം ഇവരോട് ഒരു മാപ്പും കൊടുക്കാൻ പാടില്ല. ആ കുഞ്ഞ് വേദനിച്ചതിനപ്പുറം അവർ വേദനിക്കണം. ഇവർക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഈ വേദന സഹിക്കാൻ പറ്റുമോ? അവരെ മകൾക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നെങ്കിൽ അവരെങ്ങനെ അതിനെ കാണും? നഷ്ടപ്പെട്ടവർക്കെല്ലാം നഷ്ടമായി. അവർക്ക് നിങ്ങൾ എന്ത് പകരം കൊടുക്കും? ആ കുഞ്ഞിന് പകരം വെക്കാൻ നിങ്ങൾക്ക് എന്ത് സാധിക്കും? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും. മാനസികാവസ്ഥ നമ്മൾ ന്യൂസിൽ കേട്ടു, കുട്ടി കുറച്ച് ദിവസമായിട്ട് മാനസികമായിട്ട് വളരെ സമ്മർദ്ദത്തിലായിരുന്നു. അധ്യാപിക അവളെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞ സമയത്ത് പഠന നിലവാരം താഴേക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങൾ അറിയണമെന്ന്. അത്രമാത്രം മാനസിക സമ്മർദ്ദത്തിലൂടെ ആ കുട്ടി കടന്നു പോകുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സൊന്ന് സാധാരണ നിലയിലേക്ക് ആവുന്നത് വരെ നിങ്ങൾക്കൊന്ന് ക്ഷമിക്കാമായിരുന്നില്ലേ? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ അതിനൊരു സാവകാശം കൊടുക്കായിരുന്നു. നമ്മളൊരാളെ ഇണയായി സ്വീകരിക്കുക, അയാളെ കൂടെ 10-20 ദിവസം ജീവിക്കുക, നമ്മളത് അയാളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. എന്നിട്ട് അയാൾ ഒരു ദിവസം പറയുകയാണ്, നിന്നെ കാണാൻ ഭംഗിയില്ല, എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് നിനക്ക് ചേരുന്ന പെണ്ണല്ല. കാരണം പലപ്പോഴും പല നട്ടലില്ലാത്ത ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സുഹൃത്തുക്കളാണ്. സുഹൃത്തിന് വേണ്ടിയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് പരസ്പരം കുടുംബങ്ങൾ ആലോചിച്ചിട്ടല്ലേ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ സുഹൃത്ത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞതിന് പിന്നെ നമ്മളെ വേണ്ടെന്ന് വെക്കുന്ന ഒരാളെ വേണ്ടെന്ന് വെക്കാൻ ചില പെൺകുട്ടികൾക്ക് പെട്ടെന്ന് സാധിക്കൂല. അപ്പോൾ അവർക്കെല്ലാം സാവകാശം കൊടുക്കാനുള്ള ക്ഷമ പോലും നിങ്ങൾക്ക് ഉണ്ടായില്ലേ? ആ കുഞ്ഞു ജീവൻ ഈ ലോകത്തുനിന്ന് പോയപ്പോൾ സമാധാനമായിട്ടുണ്ടാവും എല്ലാവർക്കും അല്ലേ? ഒരുപാട് സമാധാനം കിട്ടിയിട്ടുണ്ടാവും. ഒരിക്കലും പോലീസ് കേസിൽ അലംഭാവം കാണിക്കരുത്. അർഹിക്കുന്ന ശിക്ഷ അവർക്ക് ഉമ്മക്കും മക്കൾക്കും വാങ്ങിക്കൊടുക്കണം. കാല് പിടിച്ച കുട്ടി കരഞ്ഞ സമയത്ത് പോലും നിങ്ങളെ മനസ്സിലൊരു തുള്ളി നന്മ ഉണ്ടായില്ലേ? ആ കുഞ്ഞിനോടൊരു ദയ കാണിക്കാൻ നിങ്ങൾ അവളെ മരുമകളായി സ്വീകരിക്കണ്ട, അവളെ വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ അവൾക്കൊരു സാവകാശം കൊടുക്കാമായിരുന്നില്ലേ? ഈ മാനസിക ആഘാതത്തിൽ നിന്ന് കരകയറാൻ മാത്രം. അതിന് പോലുള്ള ദയാവായ്പില്ലാത്ത നിങ്ങളെടുത്ത് ഏത് പെൺകുട്ടിക്കാണ് ജീവിക്കാൻ സാധിക്കുക? പലപ്പോഴും മനുഷ്യൻ്റെ ഒരു ധാരണയാണ് നിറമുള്ളവർക്കാണ് ഭംഗിയുള്ളതെന്ന്. ഭംഗി എന്നുള്ളത് എപ്പോഴും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതല്ല ഭംഗി. നല്ല പെരുമാറ്റവും ആൾ നിറം കുറഞ്ഞതാണെങ്കിൽ നല്ല പെരുമാറ്റം നല്ല സ്നേഹമുള്ള ആളാണെങ്കിൽ നമ്മളവരെ രൂപഭംഗിയിലേക്ക് നോക്കാറുണ്ടോ? പെരുമാറ്റമാണ് എപ്പോഴും നമ്മൾ മുന്നിട്ട് നിൽക്കാറുള്ളത്. എന്തുകൊണ്ടാണ് ഇപ്പോഴും
സ്ത്രീകൾക്കും സമൂഹത്തിനും ഈ ബോധം വരാത്തത്? ഒരു പരിധി വരെ നമ്മളെ പരസ്യ കമ്പോളങ്ങളിൽ എന്താണുള്ളത്? വെളുത്ത് പാറാനുള്ള പ്രോഡക്റ്റുകളും അതിൻ്റെ പരസ്യങ്ങളും, ഏത് മേഖലയിലും വെളുത്ത സുന്ദരികൾ നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നമ്മളെ മനസ്സിലത് അടിയുറച്ചു പോയി. എന്താണ്? വെളുപ്പാണ് സൗന്ദര്യത്തിൻ്റെ അവസാന വാക്ക് എന്നുള്ളത്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യമുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതുണ്ടോ, ജീവിക്കാൻ നമ്മൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒരു കുഞ്ഞു ജീവനെ ഈ ലോകത്തുനിന്ന് ഇല്ലാതാക്കിയപ്പോൾ ഈ നിറം കൊണ്ട് നിങ്ങൾ എന്ത് നേടി? ഇക്കാലത്തും നിറത്തിൻ്റെ പേരിൽ ഒരു കുഞ്ഞ് ജീവനൊടുക്കേണ്ടി വരുന്നത് അത്രമധികം ലജ്ജാവഹമല്ലേ? എങ്ങോട്ടാണ് പുരോഗതി? നമ്മൾ പലപ്പോഴും ഇപ്പോൾ പറയാൻ പല പേരൻസും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ മകന് പെണ്ണ് കിട്ടുന്നില്ല, കുട്ടികളൊക്കെ പഠിക്കുകയാണ്, കുട്ടികൾക്കൊക്കെ പഠിത്തം മതി, വ്യാപള്ളം മതി. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം ഇതെന്നുള്ളത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇത്തരം വാർത്തകളാണ് അവരിതിലേക്ക് എത്തിക്കുന്നത്. കയറ് ജീവനെടുക്കേണ്ടി വരുമോ, ഒരു തീപ്പെട്ടി കോലിൽ എൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമോ എന്നുള്ള പേടി ഓരോ പെൺകുട്ടിക്കുണ്ട്. അവൾ പഠിക്കാൻ തയ്യാറാവുന്നു, ജോലി നേടാൻ തയ്യാറാവുന്നു, സ്വന്തം കാലിൽ നിൽക്കാൻ തയ്യാറാവുന്നു. ഇത് കാണുമ്പം ഒരു പറ്റം സമൂഹത്തിന് അസഹിഷ്ണുത ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അതിൽ എന്തിനാ ഇപ്പോൾ ജോലി ചെയ്യണത്? അപ്പോൾ ഈ കുട്ടികൾ പല പെൺകുട്ടികളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പെൺകുട്ടികൾ പറയുന്നൊരു മറുപടി ഉണ്ട്. നമുക്ക് വേണ്ടാന്ന് തോന്നുന്ന സമയത്ത്, നമുക്ക് ഒത്തുപോകാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന സമയത്ത് നമുക്കത് വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോരണമെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കണം. ആ കാഴ്ചപ്പാട് നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുമോ? നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താണ്? പെൺകുട്ടികൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ, നിറമില്ലാത്തതിൻ്റെ പേരിൽ, ഭർതൃഗൃഹത്തിലെ ഗാർഹിക പീഡനത്തിൻ്റെ പേരിൽ ജീവനെടുക്കുന്ന കഥയാണ്. ഇനിയുള്ള തലമുറയെങ്കിലും പഠിക്കട്ടെ, അവർ വളരട്ടെ, അവർ സ്വയം പര്യാപ്തരാവട്ടെ. അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരുടെ സമൂഹം ഉണ്ടാവട്ടെ. പങ്കുവെച്ച് ജീവിക്കട്ടെ അവർ. നമ്മളിതിനൊക്കെ നിരുത്സാഹപ്പെടുത്തരുത്. പലപ്പോഴും പല പെൺകുട്ടികളും കല്യാണം കഴിച്ചിട്ട് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന, വിവാഹം കഴിച്ച പെൺകുട്ടികൾ അവരെ സമപ്രായക്കാരോട് പങ്കുവെക്കുന്ന കഥകൾ പലപ്പോഴും നമ്മളും കേൾക്കാറുണ്ട്. കാരണം ഭർതൃഗൃഹത്തിൽ നിന്നൊരു ജോലിക്ക് പോകണമെങ്കിൽ, പഠിക്കാൻ പോകണമെങ്കിൽ നേരം 4 മണിക്ക് എണീറ്റ് വീട്ടിലെ പണിയെല്ലാം ഒതുക്കി അമ്മായിയമ്മക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് പോകണം ഭൂരിപക്ഷം വീട്ടിലും പുറത്തു പോവാൻ. അവൾ നമ്മളെ മകളാണ്. നമ്മളെ മകൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്തു കൊടുക്കും? നമ്മളെ വീട്ടിലെല്ലാ പണിയും ചെയ്ത് വെച്ചിട്ടാണ് അവൾ പോവുക? അല്ല, നമ്മൾ നമ്മളെ കുട്ടിയാണ്, അവൾ കോളേജിൽ നിന്ന് അവൾക്ക് ക്ഷീണം ഉണ്ടാവും, അവൾ ഉറങ്ങുകയാണ് അല്ലേ? നമ്മളവർക്ക് വേണ്ട ഫുഡ് കൊടുക്കുകയാണ്, അവർക്ക് രാവിലെ ടിഫിൻ ബോക്സ് തയ്യാറാക്കി കൊടുക്കുകയാണ്. ഒരു പരിധി വരെ മരുമക്കൾക്ക് നമുക്ക് സഹായിച്ചു കൊടുക്കുക. അവരെ മരുമക്കൾ തിരിച്ചും നമ്മളെ ഉമ്മാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി കണ്ടത് ചെയ്യാം. ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് പലരും ചോദിക്കുന്ന ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടണില്ല? 29, 28, 30 വയസ്സായ പിന്നെ ആൺകുട്ടികളുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ആദ്യമാണ്. പണ്ടത്തെ പോലെ പെൺകുട്ടികളെ കിട്ടാനില്ല. റോട്ടുമേൽ ഇറങ്ങിയാൽ നിറച്ചും പെൺകുട്ടികളെ, കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടാനില്ല എന്ന് പറയാം. അത് കാരണം അതാണ്. പെൺകുട്ടികളെല്ലാം കാരണം ചുറ്റുപാടിൽ നിന്ന് അവരറിയുന്നത് ഇതാണ്. സ്ത്രീധനത്തിൻ്റെ പേരിൽ നിറമില്ലാത്ത, ഞാൻ തന്നെ ഇന്നലെ വായിച്ച കമൻറ്റ് ബോക്സിൽ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, എൻ്റെ അമ്മായിയമ്മ എന്നെ ഇതുപോലെ വല്ലാതെ ബുദ്ധിമുട്ടാക്കിയപ്പം ഞാൻ ഉമ്മാനെ പിടിച്ചുകൊണ്ട് ഈ കണ്ണാടിൻ്റെ മുന്നിൽ നിർത്തി. എന്നിട്ട് ഉമ്മാനോട് ഞാൻ ചോദിച്ചു, ഉമ്മ നിങ്ങളെ നോക്കിയിട്ടുണ്ടോ എന്ന്. അത് തൻ്റെ ഇടമുള്ളൊരു പെൺകുട്ടി ആയതുകൊണ്ടാണ്. എല്ലാ പെൺകുട്ടികളും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ചില വീട്ടിൽ നിന്ന് നിസ്സഹായരായി പോകും. എന്താർക്കും അതുകൊണ്ട് ലാഭം ഉണ്ടായത്? ആ ഫാമിലി ജീവിതകാലം മുഴുവൻ കരയണ്ടേ? എന്നെങ്കിലും അവരെ കണ്ണീര് തുടക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ? ഇനി അവളെ തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക്? വാഹിദിനേക്കാളും മൊഞ്ചുള്ള കുഞ്ഞാണ് അവൾ. ആ കല്യാണ ഫോട്ടോ കാണുന്ന സമയത്ത് അവൾ എത്ര സുന്ദരിയാണ്. വാഹിദ്, നീ നോക്കിയിട്ടില്ലേ ഇതുവരെ കണ്ണാടിയിൽ? അവളെ നീ ഇതുവരെ സ്നേഹിച്ചിട്ടില്ലേ? നീ അവളെ സ്നേഹിച്ചിരുന്നെങ്കിൽ അവളുടെ പോരായ്മകളെക്കാൾ അപ്പുറം അവളുടെ മൊഞ്ച് നീ കാണുമായിരുന്നു. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു വേദാന്തം ഓതിയിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് ഈ ദുനിയാവ് നിന്ന് അർഹമായ ശിക്ഷ കിട്ടട്ടെ. ആ പൊന്നുമോൾക്ക് എന്താ പറയുക, അള്ളാഹു പുറത്തു കൊടുത്ത് സ്വർഗത്തിലാക്കി കൊടുക്കട്ടെ. നമ്മൾക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. ഇനിയുള്ള പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കല്യാണം കഴിക്കാൻ വരുന്ന സമയത്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് പറയുക. നമ്മളെ ഭർത്താവിനെ നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ചിട്ട് അവരുടെ കയ്യിൽ അവർ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടോ, അവർ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഫോമിലാണോ ജീവിക്കണമെന്നല്ല, അവർ ആശയങ്ങളിൽ വ്യക്തത ഉണ്ടോ, അവർക്ക് നിലപാടുകളുണ്ടോ, അവർക്ക് നട്ടെല്ലുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക.
എന്നിട്ട് കൂടെ നിൽക്കുക. ഒരിക്കലും സംഭവിച്ചു പോയതിനെ നമുക്ക് തിരുത്താൻ സാധിക്കില്ല. അവളെ മാനസിക സമ്മർദ്ദത്തിൽ അവൾ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായിപ്പോയി. അവൾ ജീവിതം വെറുത്തുപോയി. അവൾക്ക് അത് അതിജീവിക്കാൻ സാധിച്ചില്ല. അത് ആ കുഞ്ഞു മനസ്സിന് പറ്റിയൊരു അബദ്ധമാണ്. ഒരിക്കലും അവളെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം അവളെ കൈപ്പിടിച്ച് ചേർത്ത് നിർത്തേണ്ടവർ തന്നെ അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടതാണ്. ഒരിക്കലും എവിടുന്നും ഇനി വാഹിദിന് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും മറ്റുള്ള ചെറുപ്പക്കാർക്കും ഉമ്മമാർക്കും ഒക്കെ പാഠമാവുന്ന രീതിയിൽ നല്ല തക്കതായ ശിക്ഷ തന്നെ അവർക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ. നീതിപീഠം ഒരിക്കലും അവരോട് ഒരു ദയാവായ്പും കാണിക്കാൻ പാടില്ല. ഇനി ഒരു കുട്ടികൾക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.